Hi all, welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing third module and it is the fifth part of my presentation. In this presentation I am going to explain process parameters of ultrasonic machining and its advantages, disadvantages and finally application. So first of all we will start with process parameters. നമ്മൾ നോർമലി USM മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രോസസ് പാരാമീറ്റേഴ്സിൻ്റെ നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ടൂൾ ഓസിലേഷൻ ദാറ്റ് ഈസ് A0, ഫ്രീക്വൻസി ഓഫ് ടൂൾ ഓസിലേഷൻ ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ f, ദെൻ ടൂൾ മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് അബ്രസീവ്, ഗ്രെയിൻ സൈസ് ദാറ്റ് വിൽ ബി D, സ്മോൾ ലെറ്റർ D അല്ലെങ്കിൽ DO യൂസ് ചെയ്യും. അതുപോലെ ഫീഡ് ഫോഴ്സ് ക്യാപിറ്റൽ F, കോണ്ടാക്ട് ഏരിയ ഓഫ് ദ ടൂൾ ക്യാപിറ്റൽ A, and volume concentration of the abrasive in water slurry that will be capital C, and ratio of workpiece hardness to tool hardness that will be lambda is equal to sigma W divided by sigma T. അതായത് ഹാർഡ്നെസ് ഓഫ് വർക്ക്പീസും ഹാർഡ്നെസ് ഓഫ് ടൂളും ആണ് സിഗ്മ ഡബ്ല്യു സിഗ്മ ടിയും. ഇനി നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഫ്രീക്വൻസി ടു മെറ്റീരിയൽ റിമൂവൽ റേറ്റിൻ്റെ ഇതാണ്. അവിടെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഈ ചിത്രം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, ഇങ്ങനത്തെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. സെയിം ആണ് ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി നമ്മളുടെ ടൂളിൻ്റെ ഓസിലേഷൻ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഫോർ USM പ്ലാനിങ്. രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ ഗ്രെയിൻ സൈസാണ്. നമ്മളുടെ ടൂളിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന അബ്രസീവ് മെറ്റീരിയലിൻ്റെ ഗ്രെയിൻ സൈസ് ആവാം. ആ ഗ്രെയിൻ സൈസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഫൈൻ ഗ്രെയിൻ സൈസ് വിൽ പ്രൊഡ്യൂസ് ഹൈ സർഫസ് ഫിനിഷ് വെൻ ലെസർ മെറ്റീരിയൽ ഇസ് റിമൂവ്ഡ് ആൻഡ് കോഴ്സ് ഗ്രെയിൻ പ്രൊഡ്യൂസ് പുവർ സർഫസ് ഫിനിഷ് വിത്ത് ഹയർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളുടെ ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻ സൈസാണ്, അബ്രസീവ് ഗ്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർഫസ് ഫിനിഷും വളരെ നല്ലതായിരിക്കും. അതുപോലെ അതിൻ്റെ മെറ്റീരിയൽ കട്ടിങ് സ്പീഡ് വളരെ കുറവായിരിക്കും. അതേസമയം ഹൈ മെറ്റീരിയൽ കട്ടിങ്ങും ആണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ കോഴ്സ് ഗ്രെയിൻസും ആണെങ്കിൽ നോർമലി അതിൻ്റെ സർഫസ് ഫിനിഷ് കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഗ്രെയിൻ സൈസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നിരിക്കുന്നതെന്ന്. അതുപോലെ അടുത്തത് ക്യാപിറ്റൽ F ആണ്, സ്മോൾ F അല്ല. ക്യാപിറ്റൽ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ഫോഴ്സ് ആണ്. ഫീഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഫീഡ് ഫോഴ്സ് കുറവാണ്, കൂടി വരുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റും ഇൻക്രീസ് ചെയ്ത് വരും. നെക്സ്റ്റ് അടുത്തത് വരുന്നത് റേഷ്യോ ഓഫ് വർക്ക് പീസ് ഹാർഡ്നെസ് ടു ടൂൾ ഹാർഡ്നെസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാംഡ ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ബൈ സിഗ്മ ടി ആണ്. ഈ ഹാർഡ്നെസ്സിൽ വരുന്ന ഈ വ്യത്യാസം അഥവാ റേഷ്യോ ഓഫ് വർക്ക് പീസ് ഹാർഡ്നെസ് ടു ടൂൾ ഹാർഡ്നെസ് വരുന്നത് കൂടി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറഞ്ഞു വരിക ചെയ്യുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. ലാംഡ കൂടുമ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറഞ്ഞു വരും. പിന്നെ കൂടാണ്ട് നമുക്ക് വരുന്ന അടുത്തതാണ് വോളിയം കോൺസെൻട്രേഷൻ ഫാക്ടർ അഥവാ ക്യാപിറ്റൽ C എന്ന് പറയുന്നത് വോളിയം കോൺസെൻട്രേഷൻ ഫാക്ടറാണ്. വോളിയം കോൺസെൻട്രേഷൻ ഫാക്ടർ കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടി വരും. നമുക്കിവിടെ രണ്ട് മെറ്റീരിയലാണ് കാണിച്ചിരിക്കുന്നത്, ഒന്ന് Al2O3 അതുപോലെ B4C. ബോറോൺ കാർബൈഡും അലുമിനിയം ഓക്സൈഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോറോൺ കാർബൈഡ് അലുമിനിയം ഓക്സൈഡിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് സെയിം കോൺസെൻട്രേഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറോൺ കാർബൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പ്രോസസ് ക്യാപ്പബിലിറ്റീസ് പലപ്പോഴും ചോദിക്കാറുണ്ട് USMൻ്റെ. ആൻഡ് ദാറ്റ് ആർ മെറ്റീരിയൽ സച്ച് ആസ് കാർബൈഡ്, സിറാമിക്, ടങ്സ്റ്റൺ, ഗ്ലാസ് എക്സെട്ര ക്യാൻ ബി ഈസിലി മെഷീൻഡ് ബൈ ദിസ് ടെക്നോളജി. അഥവാ ഇത് കാരണം ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ബ്രിട്ടിൽ ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് ബ്രിട്ടിൽ മെറ്റീരിയൽസ് കോമൺ ആയിട്ട് മെഷീൻ ചെയ്യാൻ നമ്മൾ USM ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ആൻഡ് പെർഫോമൻസ് ഓഫ് USM ഈസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് ഓഫ് വർക്ക് പീസ്. ഫോർ എൻ എക്സാമ്പിൾ, USM വർക്ക് സാറ്റിസ്ഫാക്ടറി അറ്റ് ദ ഹാർഡ്നെസ് ഓഫ് 40 HRC. ഹാർഡ്നെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വർക്ക് പീസിൻ്റെ പെർഫോമൻസ് കൂടും, അഥവാ USMൻ്റെ പെർഫോമൻസ് കൂടും. ഇപ്പോൾ ഹാർഡ്നെസ് 60 HRCക്ക് മുകളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ USMൻ്റെ
working will be very well. And using this procession 7 micron to 25 micron tolerance can be achieved. ഇതിൻ്റെ അത്രയും ടോളറൻസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം. ആസ്പെക്ട് റേഷ്യോ നോർമലി 40:1 ആയിരിക്കും. അതുപോലെ ഹോൾസ് ആസ് വെൽ ആസ് 76 മൈക്രോൺ ഹാവ് ബീൻ ഡ്രിൽഡ്. അത്രയും ചെറിയ സൈസിൽ നമുക്ക് ഹോള് ഡ്രിൽ ചെയ്യാം. പെനിട്രേഷൻ റേറ്റ് അഥവാ ലീനിയർ MRR എത്രയാണ് വരുന്നത് വെച്ചാൽ 0.025 to 25 mm/minute വരെ നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാർഡായിട്ടുള്ളതും ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ USM ആണ്. അതുപോലെ എനി ടൈപ്പ് ഓഫ് ഷേപ്പ് ക്യാൻ ബി കട്ട് ബൈ ദിസ് മെത്തേഡ് വിത്ത് ഗുഡ് ആക്യുറസി. നമ്മുടെ ആക്യുറസി ഏറ്റവും നല്ല രീതിയിൽ ഒക്കർ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ഇതിനൊരു എഫക്റ്റ് ചെയ്യുന്നില്ല. എനി സൈസ് ഓഫ് ഹോൾ ക്യാൻ ബി ജനറേറ്റഡ്. പിന്നെ വർക്ക് ഓൺ ദിസ് മെറ്റീരിയൽ ഈസ് നോട്ട് ഹസാർഡസ് ആസ് ദർ ഇസ് നോ ഹൈ സ്പീഡ് മൂവിങ് പാർട്സ്. നമ്മൾ കഴിഞ്ഞ കണ്ടീഷനിലെല്ലാം പറഞ്ഞ പോലെ ഈ ഇലക്ട്രിക് സപ്ലൈ ഇല്ല, അതുപോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പയർഡ് ടു അതർ മെഷീൻസ് പവർ കൺസംഷൻ കുറവായിരിക്കും. അത്രയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അടുത്തത് അതിൻ്റെ ലിമിറ്റേഷൻസ് പറയലാണ്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം MRR വളരെ കുറവാണ് കമ്പയർഡ് ടു കൺവെൻഷണൽ സിസ്റ്റം ഓർ ആസ് വെൽ ആസ് EDM. EDMൽ നമ്മൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ റിമൂവൽ റേറ്റിൻ്റെ എത്ര പോലും നമുക്ക് USM ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡെപ്ത് ഓഫ് ഹോൾ ഈസ് ലിമിറ്റഡ് ടു സൈസ് ഓഫ് ടൂളിൻ്റെ സൈസിനനുസരിച്ച് മാത്രമേ ഡെപ്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺവെൻഷണലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലാണ്. പക്ഷേ EDMൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ടൂൾ വിയർ ഈസ് ഇൻഡ്യൂസ്. കാരണം നമുക്കറിയാം അബ്രസീവ് സ്ലെറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ അബ്രസീവ് സ്ലെറി ഓട്ടോമാറ്റിക്കലി ടൂളിൻ്റെ മുകളിലും ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അഥവാ അത് കാരണം തന്നെ നമ്മളുടെ ടൂൾ വിയറിങ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഈ അബ്രസീവ് സ്ലെറിൻ്റെ ഫ്രീ ഫ്ലോ കാരണം നമുക്ക് മെറ്റീരിയൽ റിമൂവ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഷാർപ്പ് എഡ്ജിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ നോർമൽ കൺവെൻഷണൽ മെഷീനിങ് EDMും ECMും എല്ലാം നോർമൽ കൺവെൻഷണൽ മെഷീനിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കൺസംഷൻ വളരെ ഹൈ ആണ്. പിന്നെ കൂടാതെ ഡെപ്ത് ഓഫ് ക്രിട്ടിക്കൽ ഹോൾ ഈസ് പ്രസൻ്റ്ലി ലിമിറ്റഡ് ടു 2.5 times ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ടൂളിൻ്റെ ഡയമീറ്ററിനേക്കാൾ മാക്സിമം 2.5 times മാത്രമേ നമുക്ക് വലിയൊരു ഹോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ടൂളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ നോർമലി എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡൈസ് ഇൻ ഫോർജിങ് എക്സ്ട്രൂഷൻ പ്രോസസ് എക്സെട്ര ആൻഡ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് മെഷീനിങ് ഓപ്പറേഷൻസ് ലൈക്ക് ഡ്രില്ലിംഗ്, ഗ്രൈൻഡിങ്, profiling and milling operation, and enabling a dentist to drill a hole of any shape on tooth without creating any pain. പല്ലിലൊക്കെ ദ്വാരമിടാൻ വേണ്ടി USM നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കോയിനിങ് ഓപ്പറേഷൻ ഫോർ മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ്, സിറാമിക്സ് എക്സെട്ര. പിന്നെ കൂടാതെ ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ മൈക്രോ ഡ്രില്ലിംഗ് ഹോൾസ് അപ് ടു 0.1 mm. ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതോടുകൂടി അൾട്രാസോണിക് മെഷീനിങ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആവുകയാണ്. നേരത്തെ ഈ വീഡിയോയും കണ്ടിട്ട് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കി വെക്കുക. താങ്ക് യു.